ഗാഥ ഇപ്പോ ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ വേറൊരുത്തി ഉണ്ടല്ലോ, ആൾമാറാട്ടത്തിന് കൂടെ കൊണ്ടു നടക്കുന്ന ഒരുത്തി. അവളെവിടെ? അടുത്ത ഗാഥ. നിങ്ങളുടെ മോളെ കൊല്ലാനുള്ള വാശിയുണ്ട് എനിക്ക്. ആ വാശി ഞാൻ തീർക്കുന്നത് ഇവിടെയായിരിക്കും. കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ എത്രയും വേഗം അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതാ നിങ്ങൾക്ക് നല്ലത്. അല്ല, ഇന്നലെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് വെച്ചല്ലേ, പിന്നെന്ത് പറ്റി വീണ്ടും ഡ്രസ്സ് എടുക്കണമെന്ന് തോന്നാൻ? അതിൻ്റെ ഒരു ശീലത്തിന്റെ പ്രശ്നം. ഞാൻ മിക്കവാറും ഒരു കാര്യം വളരെ നേരത്തെ പ്ലാൻ ചെയ്ത് ചെയ്യാറില്ല. പെട്ടെന്നായിരിക്കും തീരുമാനം. നിന്ന നിൽപ്പിൽ എവിടെയെങ്കിലൊക്കെ പോകണമെന്ന് തോന്നും. എന്ത് നിർത്തേ? താരങ്ങളോ എന്താ? ചില നേരത്തെ എനിക്ക് തോന്നും തന്നോട് സംസാരിച്ചിരിക്കുന്നതും തൻ്റെ കൂടെ യാത്ര ചെയ്യുന്നതൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന്. പക്ഷേ പെട്ടെന്നതങ്ങ് ബ്രേക്കാവും. തൻ്റെ രീതികൾ എനിക്ക് മനസ്സിലാവാത്തതും പിടിക്കാത്തതും ആവും. തന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് തനിക്കറിയാമോ? മുൻപ് എന്നെക്കുറിച്ച് എല്ലാവരും പറയുമായിരുന്നു എനിക്ക് കുറച്ച് സ്വാർത്ഥത കൂടുതലാണെന്ന്, സ്വന്തം കാര്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കുന്ന ആളാണെന്ന്. പക്ഷെ ഇപ്പം നേരെ മറിച്ച, തൻ്റെ ജീവിതത്തിന് എനിക്ക് ഏറ്റവും പ്രാധാന്യം. സ്വാർത്ഥത എനിക്ക് ഇപ്പോഴും ഉണ്ട്. മറ്റുള്ള കാര്യത്തിൽ നിന്നൊക്കെ മാറി അതിപ്പോൾ തൻ്റെ കാര്യത്തിൽ മാത്രമോ. തൻ്റെ ഈ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക, തന്നെ സ്നേഹിക്കുക, അത് മറ്റാരും ചെയ്യുന്നതിനേക്കാളും ഒരുപാട് കൂടുതൽ ചെയ്യാം. Really, I love you. മൂർത്തി, അവളുടെ ധിക്കാരം ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരിക. എന്നെ മറികടന്ന് ഇവിടെ ഒരുത്തി വാഴുന്നത് എന്നെ കൊണ്ടൊരിക്കലും സഹിക്കാൻ പറ്റില്ല. മാഡം സാറിനോട് പറഞ്ഞില്ലേ? അവനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മകളെ കണ്ടെത്തിയ സന്തോഷത്തില് അവനിപ്പം മറ്റെല്ലാം മറന്ന മട്ട. അനിയന്റെ മോള് ജീവിച്ചിരിക്കുന്നത് നമുക്കല്ല ഒരു തടസ്സ. അതിന് ഞാനൊരു മാർഗം കണ്ടിട്ടുണ്ട്. എന്ത് മാർഗം? കഴിക്കുന്ന ഭക്ഷണത്തില് എന്തെങ്കിലും വിഷം ചേർത്ത് അവളെ ഇല്ലാതാക്കണം. പക്ഷേ അതെങ്ങനെ? അനിയന്റെ ജീവിതത്തിൽ നിന്നും ഈ കുടുംബത്തിൽ നിന്നും അവള് മാത്രം പോയാ പോരല്ലോ. മൂർത്തി, കൂടെയുള്ള ശാന്തിയും പോണ്ടേ? അല്ലെങ്കിൽ മോള് ചത്തുപോയാല് ശാന്തിയോടുള്ള കടപ്പാടും പറഞ്ഞ് ഉള്ള സ്വത്ത് മുഴുവൻ അനിയൻ അവളുടെ പേരിൽ എഴുതി വെക്കില്ലേ? അതൊക്കെ സാധ്യതയുള്ള കാര്യങ്ങളാ. പക്ഷേ ഒറ്റയടിക്ക് രണ്ടുപേരെ എങ്ങനെ ഒഴിവാക്കും? ഒഴിവാക്കിയേ പറ്റൂ. കൃഷ്ണയ്ക്ക് വിഷം കൊടുത്ത് കൊല്ലുന്നത് ശാന്തിയാണെങ്കിലോ? മാഡം, അത് തന്നെയാണ് എൻ്റെ പ്ലാനിങ്. ശാന്തിയുടെ കയ്യിൽ നിന്ന് അങ്ങനൊരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ മോള് മരിക്കും, അമ്മയെ പോലീസ് അറസ്റ്റും ചെയ്യും.
അപ്പൊ പിന്നെ തൽക്കാലം നമുക്ക് നേരെ വന്ന ശത്രുക്കൾ രണ്ടും തീർന്നില്ലേ? നടന്നാൽ നല്ല കാര്യമാ. പക്ഷേ പാളിപ്പോയാൽ അതിനൊരവസരം നോക്കണം. ആർക്കും സംശയമില്ലാത്തൊരവസ്ഥയിൽ ചെയ്യാനുള്ളത് ചെയ്യണം. അനിയന്റെ സമ്പത്ത് ഇനി കൈവിട്ടു പോവാൻ ഞാൻ സമ്മതിക്കില്ല. അതിനേക്കാൾ നല്ലത് ഒരു ജീവൻ എടുക്കുന്നതാ മൂർത്തി. ആഗ്രഹങ്ങളുടെ വില ഇവറ്റകൾക്കറിയില്ല. പക്ഷേ എനിക്കത് നന്നായിട്ടറിയാം. ഇത്രയും കാലം കാത്തു രക്ഷിച്ച അമ്മ തന്നെ മകളുടെ ജീവനങ്ങ് എടുക്കട്ടെ. ഈശ്വര, ഞാൻ എന്താ ചെയ്യാ? ഇനിയും ഒഴിഞ്ഞു മാറാൻ എനിക്കാവുമെന്ന് തോന്നുന്നില്ല. വരുസിനി, മാഡം, ശാന്തിമുഹൂർത്തത്തിനുള്ള പൂജകളൊക്കെ തുടങ്ങാൻ പോവാണ്. രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗം മാഡം കണ്ടിട്ടുണ്ടോ? നിന്നോട് വാക്ക് പറഞ്ഞ പോലെ ഞാനിവിടെ എത്തിയില്ലേ? നമുക്ക് നോക്കാം. ഓ ആ, ആ സിത്താര ഇപ്പൊ എത്തി. ഞാനിപ്പോ വന്നതേ ഉള്ളൂ. എന്ത് ചെയ്യാനാ അല്ലേ? സാധാരണ ഒരു മകളെ കല്യാണം കഴിപ്പിച്ച് വിട്ടാല് അച്ഛനും അമ്മയ്ക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം. ഇവിടുത്തെ സ്ഥിതി ഇപ്പൊ നേരെ മറിച്ചല്ലേ? ഇപ്പൊ ഗാഥയാണോ കല്യാണം കഴിച്ചോണ്ട് വന്നത്, അതോ സിത്താരയാണോന്ന് സംശയം തോന്നും. അല്ല, കാരണം ഗാഥ ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ സമയം സിത്താര ഇവിടെ ഉണ്ടല്ലോ. അല്ല, നിങ്ങൾ രണ്ടുപേരും മാത്രമേ വന്നുള്ളൂ? അല്ലാതെ പിന്നെ വേറെ ആരാ വരണ്ടേ? അല്ല, പിന്നെ ഒരാളും കൂടി വരണമല്ലോ. ദേ, ഈ ഗാഥ ഇപ്പോ ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ വേറൊരുത്തി ഉണ്ടല്ലോ, ആൾമാറാട്ടത്തിന് കൂടെ കൊണ്ട് നടക്കുന്ന ഒരുത്തി. അവളെവിടെ? അടുത്ത ഗാഥ. എന്റെ പൊന്ന് സിതാരെ, കേൾക്കുമ്പോ ചിലപ്പോ വിഷമം തോന്നും. പക്ഷെ ആലോചിച്ച് വിഷമിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. ദേ, ഇനി ശാന്തി മുഹൂർത്തം എടുക്കുകയല്ലേ, അതിനുള്ള പൂജ നടത്തുകയല്ലേ. ഇനി എല്ലാരും കൂടി തലകുത്തി നിന്ന് പ്രാർത്ഥിച്ചാലും സിത്താരയുടെ മകളും നവീനും കൂടെ ഒരുമിക്കാൻ നാഗദൈവങ്ങൾ സമ്മതിക്കില്ല.